ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ട് വെച്ചിട്ട് ഒരു ചട്നി പൗഡറാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് കപ്പലണ്ടി വെച്ചിട്ട് ചട്നി പൗഡർ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പീനട്ടാണ്, അതായത് കപ്പലണ്ടി. ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ ഒരു 4 എടുത്താൽ മതി. കുറച്ച് കറിവേപ്പില, വാളംപുളി, പിന്നെ പൊടികൾ, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ശർക്കര. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം വേപ്പിലിടുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ഇടുക. ഇത് രണ്ടും നല്ല ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പുളി ആഡ് ചെയ്യാം. പുളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പലണ്ടി ഞാനിവിടെ നല്ലോണം വറുത്ത് അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു കപ്പ്. ഫസ്റ്റ് നമുക്ക് ഈ കപ്പലണ്ടി നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇടാം. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തെടുത്ത് വെച്ച കറിവേപ്പില, വാളംപുളി, പിന്നെ ഗാർലിക്, അതായത് വെളുത്തുള്ളി, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലോണം നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. പൊടിച്ചെടുക്കരുത്, നല്ലോണം പൗഡേർഡ് ആവരുത്. ഇത് നല്ല വിപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, ഉപ്പ്, പിന്നെ ശർക്കര ഇത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ശർക്കര എടുത്ത് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് വിപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് എടുത്തിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ പീനട്ട് ചട്നി പൗഡർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? വിപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. ജസ്റ്റ് നിർത്തി നമ്മൾ മിക്സിയുടെ ഇതിട്ട് അടിച്ചെടുത്താൽ മതി. പൗഡേർഡ് ആക്കരുത്, എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. കണ്ടോ? ഇതാണ് പീനട്ട് ചട്നി പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ പീനട്ട് ചട്നി പൗഡർ സർവിങ് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ആകെ നമുക്കൊരു 3 to 4 മിനിറ്റ്സ് മതി ഇത് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിൽ വറുത്ത കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, കപ്പലണ്ടിയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അപ്പം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇത് ചൂട് ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് പീനട്ട് ചട്നി പൗഡർ. നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചട്നി പൗഡറിൻ്റെ കൂടെ ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസിയാണ്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.